നമ്മളടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. ചാപ്റ്റർ 5 മെട്രിക്സ് ഗെയിംസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കേഴ്സ് ഇൻ ദി ഏരിയ ഓഫ് ഗെയിം തിയറി, സ്പെസിഫിക്കലി ടു പേഴ്സൺ സീറോ സം മെട്രിക്സ് ഗെയിംസ്. അതായത് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗെയിം തിയറിയിലാണ്. അതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 2 person zero sum matrix games ആണ്. Although we barely scratch the surface of the broad field of game theory, the matrix games discussed here serve as a more than adequate introduction to the subject. In addition, we see firsthand how the analysis of a matrix game leads to dual non-canonical linear program problems, culminating in optimal strategies for the players of the game. അതായത് നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് ഗെയിംസ് ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻ എക്സാമ്പിൾ 2 person zero sum മെട്രിക്സ് ഗെയിംസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ വി ബിഗിൻ വിത്ത് എ typical example of a matrix game along with a preliminary analysis leading to a simplification of the game. So example 1, 2 players, say an even player and an odd player, each secretly think of an integer between 1 and 3 inclusive. Both players reveal their numbers simultaneously. If the sum of the numbers is even, the even player wins a number of dollars from the odd player equal to the difference of the numbers provided that the numbers are distinct. അതായത് നമ്മളുടെ പ്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഈവൻ പ്ലെയർ ഉണ്ട്, ഒരു ഓഡ് പ്ലെയർ ഉണ്ട്. 1 to 3 അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് 1 2 3 പറഞ്ഞാൽ ആ 3 ഇൻറ്റീജേഴ്സാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 2 പ്ലേയേഴ്സിൽ റിവീൽ ദയർ നമ്പേഴ്സ് സൈമൾട്ടേനിയസ്ലി. ഇനി ഇഫ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഈസ് ഈവൻ, അതിൻ്റെ സമ്മ് ഏതെങ്കിലും 2 നമ്പർ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഈവൻ പ്ലെയർ 1 എന്ന് പറഞ്ഞ നമ്പർ പറയുകയാണ്, ഓഡ് പ്ലെയർ 2 എന്ന് പറഞ്ഞ നമ്പർ പറയുകയാണ്. അപ്പോൾ 1 + 2 ചെയ്ത് നമുക്ക് എന്താ വരുന്നത്, ഓഡാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരാൾ 2 പേരും 2 പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് വരും, 2 + 2 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ അവിടെ ഒരു ഈവൻ നമ്പറാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഈവൻ പ്ലെയർ അങ്ങനെ നമ്മൾ 2 പേരും, അതായത് ഈവൻ പ്ലെയറും ഓഡ് പ്ലെയറും 2 സംഖ്യകൾ വീതം പറയും. ആ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ ഈവൻ നമ്പർക്ക് നമുക്ക് എന്ത് ഈവൻ പ്ലെയറിന് ഓഡ് പ്ലെയറിൽ നിന്ന് എന്ത് കിട്ടും, ഡോളർ കിട്ടും. ഓക്കെ. ഇനി ഈക്വൽ ടു ദി ഡിഫറൻസ് ഓഫ് ദി നമ്പേഴ്സ് പ്രൊവൈഡഡ് ദാറ്റ് ദി നമ്പേഴ്സ് ആർ ഡിസ്റ്റിങ്ക്ട്. അതേപോലെ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വലാണ്, അവർ തമ്മിലുള്ള ഡിഫറൻസും അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ഇഫ് ദി നമ്പേഴ്സ് ആർ ദി സെയിം ഇൻ വിച്ച് കേസ് ദി സം ഈസ് ഓൾസോ ഈവൻ. അതായത് നമ്മളുടെ 2 നമ്പേഴ്സും സെയിം ആണെങ്കിൽ, അതിപ്പോൾ 1 2 3 ആണുള്ളത്. അപ്പോൾ 2 + 2 രണ്ടും സെയിം ആയാൽ മാത്രമേ എന്ത് വരുള്ളൂ, ഈവൻ നമ്പർ വരുള്ളൂ. ഒന്ന് ഓടും ഒന്ന് ഈവനും ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 1 1 2 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് വരില്ല, ഈവൻ നമ്പർ വരില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, 2 + 2 4 അത് ഈവൻ നമ്പറാണ്. 3 + 3 വരുമ്പോൾ 6 അത് ഈവൻ നമ്പറാണ്. 1 + 1 2 എന്ന് പറഞ്ഞത് അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ 2 പേരും, അതായത് ഈവൻ പ്ലെയറും ഓഡ് പ്ലെയറും സെയിം നമ്പർ പറയുകയാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, ഈവൻ നമ്പർ വരുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്കത് എന്താ വരുള്ളൂ, ഓഡ് നമ്പറേ വരുള്ളൂ. സോ ഇഫ് ദി നമ്പേഴ്സ് ആർ ദി സെയിം, ദ ഈവൻ പ്ലെയർ വിൻസ് എ നമ്പർ ഓഫ് ഡോളേഴ്സ് ഫ്രം ദി ഓഡ് പ്ലെയർ. അപ്പോൾ നമ്പേഴ്സ് എന്തായിരിക്കണം, ഡിഫറൻസ് ആവണം നമ്മൾ പറഞ്ഞിട്ടില്ല. സോ നമ്പേഴ്സ് സെയിം ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈവൻ പ്ലെയർക്ക് എന്ത് കിട്ടുള്ളൂ, ഡോളേഴ്സ് കിട്ടുള്ളൂ. ഓക്കെ. ഇഫ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഈസ് ഓഡ്, ദി ഓഡ് പ്ലെയർ വിൻസ് $3 ഫ്രം ദി ഈവൻ പ്ലെയർ. ഇനി സം ഓഫ് ദി നമ്പർ ഓഡാണെന്ന് വിചാരിക്കാം. ഓഡാണെങ്കിൽ ഈ ഈവൻ പ്ലെയറുടെ അടുത്ത് നിന്ന് $3 കിട്ടും. മറ്റേത് ഈവൻ പ്ലെയർക്ക് എത്ര ഡോളർ കിട്ടുന്നുണ്ടെന്ന് പറയില്ല, പക്ഷേ ഇവിടെ $3 കിട്ടുന്നത്. ഓക്കെ. നോട്ട് ദാറ്റ് ഇൻ എനി റൗണ്ട് ഓഫ് ദി ഗെയിം ഈച്ച് പ്ലെയർ ഹാസ് 3 ചോയ്സസ്. 3 പ്ലെയറിന് 3 ചോയ്സസ് ആണുള്ളത്. ഒന്ന് A1, A2 or A3. By using a matrix to tabulate all of the possible combinations of choices by the players as well as the payoffs associated with these choices, we can obtain a payoff matrix for the game. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ മെട്രിക്സ് ടാബുലേറ്റ്സ് ആക്കിയിട്ട് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് പേ ഓഫ് മെട്രിക്സ് ഇൻ ടേംസ് ഓഫ് വിന്നിങ്സ് ഫോർ ദി ഈവൻ പ്ലെയർ വിൻ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് എൻട്രീസ് ഇൻ ദി മെട്രിക്സ് ആർ ഇൻ്റർപ്രറ്റഡ് ആസ് ലോസസ് ഫോർ ദി ഈവൻ പ്ലെയർ. അതായത് ഈവൻ പ്ലെയർ അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തതിൻ്റെ മീനിങ് എന്താ വിചാരിച്ചാൽ അവിടെ ഈവൻ
നെഗറ്റീവ് എൻട്രീസ് ഇൻ ദി മെട്രിക്സ്. മെട്രിക്സിൽ നെഗറ്റീവ് എൻട്രീസ് നമുക്ക് കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ഈവൻ പ്ലെയർ ഓർ ഇക്വാലൻ്റ് വിന്നിങ്സ് ഫോർ ദി ഓഡ് പ്ലെയർ. പറയാം ഈവൻ പ്ലെയറോ അല്ലെങ്കിൽ ഓഡ് പ്ലെയറോ ആരോ ഒരാളെ ഇക്വാലൻ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇതിവിടെ -3 വന്നിട്ടുണ്ട്. ഈ -3യുടെ മീനിങ് എന്താ വെച്ചാൽ ഈവൻ പ്ലെയറും വിന്നായിട്ടുണ്ട്, ഓഡ് പ്ലെയറും വിന്നായിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിന് മെട്രിക്സ് എഴുതിക്ക് നോക്കുക. ഓരോ പ്ലെയറിനും 3 നമ്പർ വീതം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് 1 2 3 1 2 3. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് നോക്കുക 1+. സോ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിരിക്കുകയാണ്. ഓഡ് പ്ലെയർ ചോയ്സസും ഈവൻ പ്ലെയർ ചോയ്സസും വന്നിട്ട് തന്നിട്ടുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് വന്നത് എന്താ വെച്ചാൽ അവരുടെ ലോസസ് ആണ്. ഈവൻ പ്ലെയറിൻ്റെയും അതേപോലെ ഓഡ് പ്ലെയറിൻ്റെയും ലോസസ് ഈക്വൽ ആയിട്ടുള്ള കേസാണ് തന്നിട്ട്. ഫോർ എക്സാമ്പിൾ ഇഫ് ദി ഈവൻ പ്ലെയർ ചൂസസ് 1, അതായത് നമ്മൾ പറയുന്ന ഈവൻ പ്ലെയർ 1 ആണ് ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റോയിൽ 1 ആൻഡ് ദി ഓഡ് പ്ലെയർ ചൂസസ് 1 ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളത്തിൽ 1 തന്നെയാണ് നമ്മുടെ ഓഡ് പ്ലെയറും ചൂസ് ചെയ്തതെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1+1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. സോ ഈവൻ പ്ലെയർ വിൻസ് $2 ഫ്രം ദി ഓഡ് പ്ലെയർ. ഓഡ് പ്ലെയറിൽ നിന്ന് എന്ത് കിട്ടണം, നമ്മുടെ ഈവൻ പ്ലെയറിന് $2 കിട്ടണം. ഓക്കെ, സിൻസ് 1+1 = 2. ദിസ് ഈസ് റെക്കോർഡഡ് ആസ് എ 2. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ 2 ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സിൻസ് ദി ഈവൻ പ്ലെയർ വിൻ $2, അതിൻ്റെ മീനിങ് ഈവൻ പ്ലെയർ $2 വിൻ ചെയ്തു എന്നാണ്. ദി ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഓഫ് ദി പേ ഓഫ് മാട്രിക്സ്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളത്തിൻ്റെ കേസാണ് 1. ഇഫ് ദി ഈവൻ പ്ലെയർ ചൂസസ് 1, ഫസ്റ്റ് റോയിലെ 1 ആണ് ഈവൻ പ്ലെയർ ചൂസ് ചെയ്തത്. ആൻഡ് ദി ഓഡ് പ്ലെയർ ചൂസസ് 2, സെക്കൻഡ് കോളം. അപ്പോൾ സെക്കൻഡ് കോളത്തിലെ 2നെയാണ് ഓഡ് പ്ലെയർ ചൂസ് ചെയ്തത്, ഇവിടെ 1നെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് വരും, ഓഡ് പ്ലെയർ വിൻ $3. ഓഡ് പ്ലെയർ എന്ത് ചെയ്യും, $3 വിൻ ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈവൻ പ്ലെയർ ആകുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഡോളർ ആണെങ്കിലും കിട്ടും. അതായത് അവരുടെ സമ്മ എത്രയോ ആ $1 കിട്ടും. അതല്ല ഓഡ് പ്ലെയർ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അവിടെ എന്തേ വരുള്ളൂ, $3 വരുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കാം 2+1 -3 എന്ന് വരും. ഓക്കെ, 2+1 3. ഓഡ് പ്ലെയർ വിൻസ് 3 ഫ്രം ദി ഈവൻ പ്ലെയർ. ഈവൻ പ്ലെയറിൽ നിന്ന് അത് ഓഡാണ്. ദിസ് ഈസ് റെക്കോർഡഡ് ആസ് -3 സിൻസ് ദി ഈവൻ പ്ലെയർ ലോസസ് 3. അതിന് ഇവിടെ നമ്മളിപ്പോൾ ഈ മെട്രിക്സ് എഴുതിയത് മൊത്തം എന്താണ്, ഈവൻ പ്ലെയറിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ പ്ലെയറിൽ നിന്ന് $3 ലോസ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതി, -3 എന്ന് എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലോസസ് $3 ഇൻ ദി ഫസ്റ്റ് റോ ആൻഡ് ദി സെക്കൻഡ് കോളം ഓഫ് ദി പേ ഓഫ് മാട്രിക്സ്. മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം. ഇനി അടുത്തത് ഇഫ് ദി ഈവൻ പ്ലെയർ ചൂസസ് 1 ഫസ്റ്റ് റോ ആൻഡ് ദി ഓഡ് പ്ലെയർ ചൂസസ് 3 തേർഡ് കോളം. ദി ഈവൻ പ്ലെയർ വിൻസ് $2 ഫ്രം ദി ഓഡ് പ്ലെയർ സിൻസ് 3 - 1 = 2. This is recorded as 2. Since the even player win $2 in the first row and third column of the payoff matrix. അപ്പോൾ അവിടെ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഈവൻ പ്ലെയർ ചൂസ് ചെയ്തത് 1 ആണ്, ഫസ്റ്റ് റോയിൽ 1 ആണ്. ഓഡ് പ്ലെയർ ചൂസ് ചെയ്തത് 3 ആണ്, തേർഡ് കോളത്തിലെ 3 ആണ് ചൂസ് ചെയ്തത്. സോ ഈവൻ പ്ലെയർ വിൻസ് $2 വിൻ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ അഡീഷൻ മാത്രമല്ല സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരും, 3 - 1 പറഞ്ഞാൽ 2 ആണ് വരുന്നത്. അപ്പോൾ അവിടെ $2 ആണ് ഈവൻ പ്ലെയർ വിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ഇവിടെ 2 വന്നത്. ഓക്കെ, $2 വന്നു. ദെൻ ദിസ് ഈസ് റെക്കോർഡഡ് ആസ് 2. അവിടെ 2 ആയിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഈവൻ പ്ലെയറിൽ നിന്ന് ലോസ് ആകുന്നതിനെയാണ് -2 എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ ഈവൻ പ്ലെയറിന് കിട്ടിയതാണ്, അപ്പോൾ അത് എന്തായിട്ട് റെക്കോർഡ് ചെയ്താൽ മതി, 2 ആയിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. സോ ഇൻ ദി ഫസ്റ്റ് റോ ആൻഡ് ദി തേർഡ് കോളം ഓഫ് ദി പേ മാട്രിക്സ്. ഫസ്റ്റ് റോനും തേർഡ് കോളത്തിനാണ് പറഞ്ഞത്. ദിസ് കംപ്ലീറ്റ് ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ദി എൻട്രീസ് ഓഫ് ദി പേ ഓഫ് മാട്രിക്സ് ഇൻ ദി ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് നമ്മൾ മൊത്തം ആ ഒരു ഇത് മൊത്തം പറഞ്ഞു. അതായത് ഫസ്റ്റ് ഈ റോ വെച്ചിട്ട് ഈ ഒരു കോളത്തിൽ 1ൻ്റെ പറഞ്ഞു, 2ൻ്റെ പറഞ്ഞു, 3ൻ്റെ പറഞ്ഞു. ഓക്കെ, ദി അതർ എൻട്രീസ് ഓഫ് ദി പേ ഓഫ് മാട്രിക്സ് ആർ കമ്പ്യൂട്ടർ സിമിലർലി. ഇതേപോലെ തന്നെ നമ്മൾ അതർ മാട്രിക്സും കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇപ്പോൾ സെക്കൻഡ് റോ നമ്മൾ ചൂസ് ചെയ്തു, സെക്കൻഡ് റോ 2 ചൂസ് ചെയ്തു, ഫസ്റ്റ് ഇവിടുത്തെ 1. അപ്പോൾ 2 + 1 3 ആണ് വരുന്നത്. അപ്പോൾ 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഡ് നമ്പർ ആയതുകൊണ്ട് ഈവൻ പ്ലെയറിൽ നിന്ന് 3 പോവാണ്. ഓക്കെ, ഈവൻ പ്ലെയറിൽ നിന്ന് 3 പറഞ്ഞത് നമുക്ക് എന്തായി പോവാണ്, നമുക്ക് ലോസായി പോവാണ്. അപ്പോൾ ലോസായി പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താ വരുന്നത്, -3 എന്നാണ് വരുന്നത്. അടുത്തത് 2 + 2, അതായത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും. സെക്കൻഡ് റോയും സെക്കൻഡ് കോളത്തിൽ 2 + 2 പറഞ്ഞാൽ 4. അത് എന്ത് നമ്പറാണ്, ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താ വരുന്നത്, $4 ഈവൻ പ്ലെയേഴ്സിന് കിട്ടുകയാണ്. അപ്പോൾ അവിടെ 4 എന്ന് എഴുതി. ഓക്കെ, അടുത്തത്
3 എന്ന് വരും. ഓക്കെ, ടു പ്ലസ് 3 ആണ് വരുന്നത്. നമ്മൾ അടുത്തത് സെക്കൻഡ് റോയും തേർഡ് കോളം നോക്കാം. സെക്കൻഡ് റോയും തേർഡ് കോളം നോക്കുമ്പോൾ 3 + 2 5. അത് വേണ്ട, കാരണം നമ്മൾ എപ്പോഴും എന്താ ചെയ്യണത്, 3 - 2 ആണ് ചെയ്യുക. അപ്പോൾ 3 - 2 പറയുമ്പോൾ 1 ആണ് വരിക. 3 - 2 1 എന്ന് പറഞ്ഞാൽ അത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് ആകുമ്പോൾ നമുക്ക് എത്ര ഡോളർ വരും, $3 ആണ് കിട്ടുക. അപ്പോൾ അത് ഈവൻ പ്ലെയറിന് ലോസ് ആയതുകൊണ്ട് അവിടെ എന്ത് വരും, -3 എന്ന് വരും. ഓക്കെ, അടുത്തത് നമ്മൾ ഫസ്റ്റ് റോയും തേർഡ് റോയും ഫസ്റ്റ് കോളം നോക്കുക. അതേപോലെ തന്നെ 3 - 1 2 ആണ് വരുന്നത്. ഓക്കെ, അതെന്താ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ പ്ലെയറിന് അവിടെ ഡോളർ കിട്ടും, $2 കിട്ടും. ഇനി 3 - 2 എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത്. 3 - 2 1 ആകുമ്പോൾ എന്ത് വരും, അത് ഓഡ് നമ്പർ ആയതുകൊണ്ട് അവിടെ ഈവൻ പ്ലെയറിൽ നിന്ന് $3 പോവും. $3 ലോസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് വരും, നെഗറ്റീവ് നമ്പർ വരും. അടുത്ത് 3 + 3 6 വരും. 3 + 3 6. ആ 6 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈവൻ പ്ലെയറിന് എന്ത് കിട്ടി, $, കിട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഗെയിം വരുന്നത്. Then the 3/3 payoff matrix above can be reduced somewhat. അതായത് 3/3 payoff matrix ആണ് ഇപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നത്. So notice that the even player should never choose 1, since he can always do as well or better by choosing 3, no matter what number the odd player chooses. In other words, the first row of the payoff matrix is term by term less than or equal to the third row of the payoff matrix. Hence we delete the first row from the payoff matrix. അതായത് ഇപ്പോൾ നമുക്കിവിടെ ലോസ് ആയി പോകുന്നുണ്ട്. അവിടെ 3/3 payoff matrixൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഈവൻ പ്ലെയർ ഷുഡ് നെവർ ചൂസ് 1. ഒരിക്കലും ഈവൻ പ്ലെയർ എന്ത് ചെയ്യാൻ പറ്റില്ല, 1 ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സിൻസ് ഹീ ക്യാൻ ഓൾവേസ് ഡു ആസ് വെൽ ഓർ ബെറ്റർ ഓർ ബൈ ചൂസിങ് 3, നോ മാറ്റർ വാട്ട് നമ്പർ ദി ഓഡ് പ്ലെയർ ചൂസസ്. In other words, the first row of the payoff matrix is term by term less than or equal to the third row of the payoff matrix. Hence we delete the first row from the payoff matrix. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു റോ എന്ന് പറഞ്ഞത് ഈ ഒരു റോനേക്കാളും എന്താണ്, ചെറുതാണ് വരുന്നത്. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റോ ഈവൻ പ്ലെയറിൻ്റെ ആ ഒരു റോ നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് എന്തേ വരുന്നു, ബാക്കി 2 എണ്ണമാണ് വരുന്നത്. ആ ബാക്കി 2 എണ്ണത്തിൽ നിങ്ങൾ നോക്കാം ഇതാണ് വരുന്നത്. അത് ഇതേപോലെ ചെയ്യാം. Now applying similar reasoning, the reduced payoff matrix, the odd player should never choose 3, since he can always do as well or better by choosing 1, no matter what number the even player chooses. In other words, the third column of the reduced payoff matrix is term by term greater than or equal to the first column of the reduced payoff matrix. Hence we delete the third column. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി തേർഡിൻ്റെ കേസിൽ നോക്കാം. ഇവിടെ -3 2 4 -3 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ -3 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് കോളം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ചെറുതായതുകൊണ്ട് തന്നെ തേർഡ് കോളം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ നമുക്ക് ഇങ്ങനൊരു മെട്രിക്സ് ആണ് കിട്ടുക. പിന്നെ 2/2 മെട്രിക്സ് ആണ് കിട്ടുക. സോ ദി ഗെയിം of example 1 above is a typical example of a 2-person zero-sum game, matrix game, hereafter referred to as a simply as a matrix game. So the terminology is obvious except perhaps for zero-sum, which refers to the fact that one player's loss is the other player's gain. അപ്പോൾ എന്തായാലും ഒരു പ്ലെയറിന് നഷ്ടവും അതേപോലെ മറ്റേ പ്ലെയറിന് എന്താണ്, നേട്ടമാണ് ഉണ്ടാവുക. In a matrix game, we have an m by n payoff matrix, a row player and a column player. ഒരു മെട്രിക്സ് ഗെയിം എടുക്കുമ്പോൾ നമുക്കവിടെ എന്താ ഉണ്ടാവുക, റോ പ്ലെയറും കോളം പ്ലെയറും ഉണ്ടാവുക. ഇൻ ഈച്ച് റൗണ്ട് ഓഫ് ദി ഗെയിം, ദി റോ പ്ലെയർ ചൂസസ് എ റോ ഓഫ് ദി പേ ഓഫ് മെട്രിക്സ് ആൻഡ് ദി കോളം പ്ലെയർ ചൂസസ് എ കോളം ഓഫ് ദി പേ ഓഫ് മെട്രിക്സ്. നമ്മളെപ്പോഴും ഗെയിം കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റോ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോനെ സംരക്ഷിക്കാൻ നോക്കും. അതേപോലെ കോളം പ്ലെയർ എന്ത് ചെയ്യും, കോളം പ്ലെയറിനെ സംരക്ഷിക്കാൻ നോക്കും. So these choices are then cross indexed to find the payoff for the round. In this book, the payoffs in this matrix are always listed as winnings for the row player. Winnings for the column player appear as negative entries in the payoff matrix. അപ്പോൾ ആരാണോ ജയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഈ നമ്മളുടെ ഈവൻ പ്ലെയറിൽ നിന്ന് ലോസ് ആകുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, ആ പേ ഓഫ് മെട്രിക്സിൽ നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യും. ഹെൻസ് ദി റോ പ്ലെയർ വിഷസ് ടു മാക്സിമൈസ് ദി പേ ഓഫ് ആൻഡ് ദി കോളം പ്ലെയർ വിഷസ് ടു മിനിമൈസ് ദി പേ ഓഫ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
റോ പ്ലെയറിനെ മാക്സിമൈസ് ആയിട്ടും അതേപോലെ കോളം പ്ലെയറിനെ മിനിമൈസ് ആയിട്ടും നമുക്ക് ചൂസ് ചെയ്യാം. സോ ബൈ ആൻ ഒപ്റ്റിമൽ സ്ട്രാറ്റജി വെച്ചിട്ട് ഫോർ എ പ്ലെയർ ഓഫ് എ മെട്രിക്സ് ഗെയിം വി മീൻ എ സ്ട്രാറ്റജി വെർ ബൈ എ പ്ലെയർ ക്യാൻ മാക്സിമൈസ് ഹിസ് വിന്നിങ്സ് ഓർ മിനിമൈസ് ഹിസ് ലോസസ്. അതായത് നമ്മൾ കൂടുതൽ നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ മാക്സിമത്തിലെത്താൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾ തീരെ അങ്ങോട്ട് മിനിമൈസ് ചെയ്യാതെ ശ്രമിക്കുകയും ചെയ്യും. അത് ഓക്കെ, ലോസസ് ഉണ്ടാവാതെ ശ്രമിക്കും, അതേപോലെ മറ്റാൾ ജയിക്കാനും ശ്രമിക്കും. Assuming that the other player will have perfect knowledge of his strategy and also play so as to maximize his winnings or minimize his losses. വിന്നിങ്സ് മാക്സിമൈസ് ചെയ്യാനും ലോസസ് മിനിമൈസ് ചെയ്യാനും ശ്രമിക്കും. So subject to strategy. In other words, an optimal strategy for a player of a matrix game assume an omniscient opponent. This is a crucial assumption and will be used repeatedly. The procedure used to simplify the matrix game of example 1 is called domination. അതായത് ഡോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്ലെയർ ആയാലും നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്, മാക്സിമൈസ് ഹിസ് വിന്നിങ്സ് ഓർ മിനിമൈസ് ഹിസ് ലോസ്. അതാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഡോമിനേഷൻ ഇൻ എ മെട്രിക്സ് ഗെയിം എന്ന് പറഞ്ഞാൽ വെൻ എവർ വൺ റോ ഓഫ് എ പേ ഓഫ് മെട്രിക്സ് ഈസ് ടേം ബൈ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അനദർ റോ. അതായത് പേ ഓഫ് മെട്രിക്സിൻ്റെ ഒരു റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, വേറൊരു റോനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. സോ ഡിലീറ്റ് ദി സ്മോളർ റോ ഫ്രം ദി ഗെയിം സിൻസ് ദി റോ പ്ലെയർ ഈസ് ട്രൈങ് ടു മാക്സിമൈസ് ദി ഔട്ട്കം. അതായത് നമ്മൾ ആ സ്മോളർ റോനെ ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാ വിചാരിച്ചാൽ നമ്മളുടെ ലക്ഷ്യം, ആ റോ പ്ലെയറിൻ്റെ ലക്ഷ്യം എന്താണ്, മാക്സിമം ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഒരു റോ ഉണ്ടെങ്കിൽ, തീരെ ചെറിയ നമ്പേഴ്സുള്ള റോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയും തേർഡ് കോളം ഡിലീറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, ഡിലീറ്റ് ദി ലാർജർ കോളം ഫ്രം ദി ഗെയിം സിൻസ് ദി കോളം പ്ലെയർ ഈസ് ട്രൈങ് ടു മിനിമൈസ് ദി ഔട്ട്കം. ഓക്കെ, വെൻ എവർ വൺ കോളം ഓഫ് എ പേ ഓഫ് മാട്രിക്സ് ഈസ് ടേം ബൈ ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അനദർ കോളം. എപ്പോഴും ഒരു ഇതേപോലെ തന്നെ സെയിം നമുക്ക് എന്ത് പറയാം, കോളത്തിൻ്റെ കേസിലും പറയാം. ഒരു കോളം എന്ന് പറയുന്നത് മറ്റേ കോളത്തിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. സോ ഡിലീറ്റ് ദി ലാർജർ കോളം ഫ്രം ദി ഗെയിം. ലാർജർ കോളാണ് എവിടുന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, ഗെയിമിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സ്മോളർ കോളം എന്നാണല്ലോ പറഞ്ഞത്, ഇവിടെ ലാർജ് കോളാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ നോക്കുക, -3 6 ആണ് വാല്യൂ വരുന്നത്, ഇവിടെ -3 4 -3 2 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ -3 6 എന്നാണ് ഡിലീറ്റ് ചെയ്തത്. ഇവിടെ റോൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ എന്താ, സ്മോളറാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, റോൻ്റെ കേസിലാകുമ്പോൾ സ്മോളറാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. കോളത്തിൻ്റെ കേസിലാകുമ്പോൾ എന്താണ്, ലാർജ് വണ്ണാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. സിൻസ് ദി കോളം പ്ലെയർ ഈസ് ട്രൈങ് ടു മിനിമൈസ് ദി ഔട്ട്കം. കാരണം കോളം പ്ലെയറിൻ്റെ ലക്ഷ്യം എന്താ, അതിൻ്റെ ഔട്ട്കം മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. റോ പ്ലെയറിൻ്റെ ലക്ഷ്യം എന്താ, അതിൻ്റെ ഔട്ട്കം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ കണ്ടിന്യൂ ഡിലീറ്റിംഗ് റോസ് ആൻഡ് ഓർ കോളംസ് അണ്ടിൽ നോ റോ ഓർ കോളം ഡോമിനേറ്റ്സ് അനദർ. ഒരിക്കലും ഒരു കോളം മറ്റേ കോളത്തിനെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ് ഡോമിനേഷൻ ഇൻ എ മെട്രിക്സ് ഗെയിം എന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.